നിരഞ്ജൻ ചിരി നിർത്തിയ ശേഷം തറയിൽ വീണ് കിടക്കുന്ന വർഷയുടെ നേരെ കൈ നീട്ടിയപ്പോൾ അവൾ അവനെ ചുണ്ടു കൂർപ്പിച്ചു നോക്കി. വർഷ അവൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞു. എങ്ങനെയോ എഴുന്നേറ്റ് അയ്യോ അമ്മ എൻ്റെ നടുവേ എന്നൊക്കെ പറഞ്ഞു ബെഡിൽ പോയി അവന് മുഖം കൊടുക്കാതെ കിടന്നു. അത് കണ്ട നിരഞ്ജൻ ഒരു ചെറുചിരിയോടെ തൻ്റെ ജോലിയൊക്കെ അവസാനിപ്പിച്ചു. ലാപ്ടോപ്പും ക്ലോസ് ചെയ്ത് എല്ലാം ഒന്ന് അടുക്കി വെച്ച ശേഷം പെണ്ണിനെ ഒന്ന് നോക്കി. അവൻ്റെ കൺട്രോൾ കളയുന്ന തരത്തിലുള്ള വർഷയുടെ ആ കിടത്തം കണ്ട് ഡോക്ടറുടെ കണ്ണുകൾ തിളങ്ങി. ഒപ്പം ചുണ്ടിൽ കുസൃതി ചിരിയും വിരിഞ്ഞു. അവളുടെ തൊട്ടരികിൽ ചെന്ന് ഒട്ടിച്ചേർന്ന് കിടന്നിട്ടും അവൾ തിരിഞ്ഞു നോക്കിയില്ല. അവൻ അവളെ മൊത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞു നോക്കിയ ശേഷം അവളുടെ കാതോരം ചുണ്ടമർത്തിക്കൊണ്ട് ചോദിച്ചു, കുരുവി പിണക്കാണോ? അവളിൽ നിന്ന് പ്രതികരണമൊന്നുമില്ല എന്നറിഞ്ഞ നിരഞ്ജൻ മെല്ലെ തല ഉയർത്തി അവളുടെ കാലിലേക്ക് നോട്ടം പായിച്ചു. ഇട്ടിരിക്കുന്ന വസ്ത്രം മുട്ടിന് മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അവിടെ പതിയെ ഒന്ന് തൊട്ട് കൈ മേലോട്ട് ചലിപ്പിച്ചതിനനുസരിച്ച് ടോപ്പും പൊങ്ങി വന്നു. അന്നേരം അവളുടെ തുടഭാഗം അവന് മുന്നിൽ ദൃശ്യമായി. അവൻ്റെ പ്രവൃത്തിയിൽ വർഷ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് പെട്ടെന്ന് ഡ്രസ്സ് താഴ്ത്തി വെച്ചു അവനെ കൂർപ്പിച്ച് നോക്കി. എന്താടി ഉണ്ടക്കണി നോക്കി പേടിപ്പിക്കുന്നേ? ഇലയിട്ടിട്ട് ചോറില്ലെന്നോ? ഇതെവിടത്തെ പരിപാടിയാണ് എൻ്റെ കുരുവി പെണ്ണെ? സദ്യ മുഴുവൻ കഴിക്കാൻ പറ്റിയില്ലേലും എനിക്കിന്നേ ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നും പറഞ്ഞ് അവൻ്റെ ടീഷർട്ട് അഴിച്ചു മാറ്റിയതും അവൾ അവൻ്റെ ആ നീക്കത്തിൽ ഉമിനീരിറക്കി പോയിരുന്നു. ആരിലിട്ടെന്ന് ഞാനൊന്നും ഇട്ടിട്ടില്ല എന്നും പതർച്ചയോടെ പറഞ്ഞു മൂടി പുതച്ചിറങ്ങാൻ പോകുന്നവളുടെ പുതപ്പ് പിടിച്ചു വാങ്ങി. അങ്ങനെ നീ ഇപ്പോൾ ഉറങ്ങണ്ട. പിന്നെ ഉറങ്ങാതെ ഇല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ ഡ്യൂട്ടിക്കൂടെ ഉറക്കം തൂങ്ങും. പറഞ്ഞില്ലെന്ന് വേണ്ടില്ല. അന്നേരം എന്നെ കയറി ചൊറിഞ്ഞാൽ വന്നാലുണ്ടല്ലോ. അല്ല പിന്നെ അതൊക്കെ ഞാനങ്ങ് സഹിച്ചോളാം, ഞാനൊന്നും പറയില്ല എന്നും പറഞ്ഞ് അവളുടെ വയറിലൂടെ കൈയിട്ട് അവളെയും കെട്ടിപ്പിടിച്ച് ബെഡിലേക്ക് ചാഞ്ഞു. അച്ചേട്ടാ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? വിട്, ഞാൻ ഉറങ്ങട്ടെന്ന്. തൻ്റെ മേലെ അമർന്ന നിരഞ്ജനെ നോക്കി വർഷ ഒരുതരം പിടച്ചിലോടെ പറഞ്ഞു. അവനവളുടെ ചുണ്ടിന് കുറുകെ വിരൽ വെച്ച് ഒന്നും പറയേണ്ടെന്ന പോലെ കാണിച്ചു. അന്നേരം അവൻ്റെ കണ്ണുകൾ പ്രണയാർദ്രമായിരുന്നു. അവൻ്റെ ആ നോട്ടം അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അത്രയും റൊമാൻറ്റിക് ആയിട്ട് അവൻ നോക്കുന്നത് അവൾ ആദ്യമായി കാണുകയായിരുന്നു. ശേഷം അവൻ തൻ്റെ വിരൽ കൊണ്ട് അവളുടെ ചുണ്ടിന് മേലെ പതിയെ തലോടി. അവൻ്റെ കണ്ണുകൾ അവിടെ നിന്നും താഴേക്ക് ചലിച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ മെനിയിൽ ഒഴുകി നടക്കുന്നത് കണ്ടതും വർഷയിൽ നാണവും പരവേശവും നിറഞ്ഞു. അച്ചേട്ടാ നമുക്ക് ഉറങ്ങാം, അവൾ എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചു. ഉറങ്ങാന്നേ, നമുക്കൊരുമിച്ച് കെട്ടിപ്പിടിച്ച് ഉറങ്ങാം. അതിനു മുൻപ് എനിക്ക് നിന്നെ ഒന്ന് ചെറുതായി സ്നേഹിക്കണം എന്നും പറഞ്ഞു വീണ്ടും അവൻ്റെ കൈ അവളുടെ ഡ്രസ്സിനുള്ളിൽ കൂടി കടത്തി നഗ്നമായ തുടയിൽ തലോടിയതും അവളൊന്ന് ഉയർന്നു പൊങ്ങി. ആ അച്ചേട്ടാ. അവൻ്റെ കയ്യിൽ അവളുടെ പിടി വീണു. അവളവൻ്റെ കൈ എടുത്തു മാറ്റാൻ നേരം അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു. വർഷയുടെ മിഴികൾ അന്നേരം കൂമ്പി അടഞ്ഞു പോയിരുന്നു. അവളുടെ ഇരു ചുണ്ടും മാറി മാറി നുണയുന്നതിനൊപ്പം അവൻ്റെ കൈ അവളുടെ ഇറുകിയതും നേരിയതുമായ വസ്ത്രത്തിൽ കൂടി പുറത്തേക്ക് വെളിവായി കിടക്കുന്ന മാറിടത്തിൽ അമർന്നു. അവളവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു ഉയർന്നു പൊങ്ങി. ഇരുമാറിൻ്റെയും മൃദുലത അവൻ തൊട്ടറിഞ്ഞുകൊണ്ടേയിരുന്നു. അവനവളുടെ ചുണ്ടും നാവും മാറി മാറി നുണഞ്ഞുകൊണ്ടേയിരുന്നു. ഏറെ വൈകാതെ അവളും അവനെ തിരിച്ചു ചുംബിക്കാൻ തുടങ്ങി എന്നറിഞ്ഞ് അവൻ്റെ ആവേശം ഇരട്ടിച്ചു. ദീർഘചുംബനത്തിന് ശേഷം അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചപ്പോൾ അവൾ ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ വിവശയായി കിടക്കുകയായിരുന്നു. കുരുവിപ്പെണ്ണെ, ഐ ലവ് യു എന്നും പറഞ്ഞ് അവൻ തൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിപ്പിച്ചു. പിന്നീട് അവളുടെ ഇരു കണ്ണിലും കവിളിലും മൂക്കിൻ തുമ്പിലും താടിത്തുമ്പത്തും ഇടതടവില്ലാതെ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞുകൊണ്ടേയിരുന്നു. താടിത്തുമ്പിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ താഴേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അവളുടെ കഴുത്തിൽ അവൻ തൻ്റെ നാവിനാലും ചുണ്ടിനാലും മാന്ത്രിക വലയം തീർത്തു. അവളുടെ കഴുത്ത് അവൻ്റെ ഉമിനീരിനാൽ കുതിർന്നു. ചെറുതായി കാണുന്ന മാറിൻ ചുഴിയിൽ അമർത്തി മുത്തിയപ്പോൾ അവൾ അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു. അവളുടെ കഴുത്തിലെ പൂമ്പാറ്റ അവനെ നോക്കി കണ്ണിറക്കിയതും അവൻ അവളുടെ തോളിൽ നിന്നും വസ്ത്രം മുഴുവനായും താഴ്ത്തി വയറിൻ്റെ ഭാഗത്ത് കൊണ്ടെത്തിച്ചു. ഇത്രയും നേരം കണ്ണടച്ച് കിടന്ന അവൻ്റെ പ്രണയം സ്വീകരിച്ചിരുന്ന വർഷ ഒരു തരം വിറയലോടെ കണ്ണു തുറന്നപ്പോൾ അവൻ അവളുടെ മേനിയുടെ ഭംഗി ആസ്വദിക്കുന്ന തിരക്കിലാണ്. ശ്വാസഗതിക്കനുസരിച്ച് ഉയർന്നു താഴ്ന്ന മാറിടങ്ങൾ കണ്ടു അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവൾ നാണത്തോടെ കൈകൾ കൂട്ടിവെച്ച് മാറി മറക്കാൻ നോക്കിയെങ്കിലും അവൻ അതിന് സമ്മതിക്കാതെ അവളുടെ കൈകൾ പിടിച്ചു വെച്ചു മാറിലേക്ക് മുഖം പൂഴ്ത്തിക്കിടന്നു. അച്ചേട്ടാ എന്തായത്? വിടൂന്നേ. ഇതേ പെണ്ണെ, അടങ്ങിക്കിടന്നോ, ഇല്ലെങ്കിലേ ഇത് കൂടി ഞാൻ അഴിച്ചെടുക്കും. ബ്രാസ് ട്രാപ്പിൽ പിടിച്ചുകൊണ്ടവനത് പറഞ്ഞപ്പോൾ പെണ്ണ് അടങ്ങിയിരുന്നു. മാറിടുക്കിൽ അമർത്തി ചുംബിക്കുമ്പോൾ അവൻ്റെ ട്രിം ചെയ്ത് ഒതുക്കിയ താടി രോമങ്ങൾ അവിടെ ഇക്കിളി കൂട്ടി. അവളുടെ മാറിടത്തിൽ അവൻ്റെ കൈകൾ പതിയെ അമർന്നുകൊണ്ടിരുന്നു. മെല്ലെ തലയുയർത്തി പെണ്ണിനെ നോക്കിയപ്പോൾ അവൾ നാണത്താൽ പൂത്തുലഞ്ഞ് കണ്ണടച്ച് കിടക്കുകയാണ്. എന്ത് സോഫ്റ്റാ പെണ്ണേത്.
മാറിൻ ചുഴിയിലൂടെ ചൂണ്ടുവിരൽ താഴേക്ക് ചലിപ്പിച്ചു കൊണ്ടവനത് പറയുമ്പോൾ അവൾ നാണത്തോടെ ചിണുങ്ങിക്കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞു. അമ്മു, എനിക്കിവിടം ഒരു മറയും കൂടാതെ കാണണമെന്നുണ്ട്. കണ്ടാൽ മാത്രം പോരാ, എനിക്കിവിടം. അത്രയും പറഞ്ഞ് അവനൊന്ന് നിർത്തി വല്ലാത്ത ഭാവത്തിൽ അവളെ ഒന്ന് നോക്കി. ആ നോട്ടം താങ്ങാനാവാതെ അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. എൻ്റെ കുരുവിപ്പെണ്ണ്, എല്ലാം കൂടി ഒരുമിച്ച് താങ്ങില്ല, അതുകൊണ്ടേ ഇന്ന് വേണ്ട, ഞാൻ സമയം പോലെ കണ്ടോളാം എന്നും പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പെണ്ണിൻ്റെ മുഖമൊക്കെ ചുവന്ന് തുടുത്തു വന്നിട്ടുണ്ട്. എന്താണ് എൻ്റെ കുരുവിപ്പെണ്ണിന് ഇത്രയും നാളില്ലാത്തൊരു ഇളക്കം? അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി മാടി ഒതുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇളക്കോ? എനിക്കെന്തിളക്കം? പിന്നല്ലാതെ, ഇല്ലെങ്കിൽ അടക്കാക്കുരുവി ഇത്രയും ഹോട്ടായി എൻ്റെ മുന്നിൽ വരുമോ? എന്താ സംഭവം, പറ. ഒന്ന് പോവാ ചേട്ടാ, ഒന്നുമില്ലെന്ന്. പിന്നെ ഈ ഡ്രസ്സ് ഇട്ടത് ഇയാളെ ബെഡിലെത്തിക്കാൻ തന്നെയാണ്, എന്നിട്ട് ഉറങ്ങാൻ, അല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചില്ല. അപ്പം ഇപ്പോഴൊന്നും ഒന്നും നടക്കില്ലെന്ന് സാരം. എൻ്റെ ഒരു വിധിയേ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ എൻ്റെ തീരുമാനങ്ങളൊന്ന് പൊളിച്ചെഴുതിയിട്ടുണ്ട്. അതിന് കാരണമുണ്ട് കേട്ടോ. ഇത്രയും നാൾ പൊന്നും കണ്ണനും തമ്മിൽ അഭിനയിക്കുകയാണെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് ആ സംശയം മാറിക്കിട്ടി. കണ്ണേട്ടനെ കുറിച്ച് പറയുമ്പോൾ വിടരുന്ന അവളുടെ മുഖവും, കണ്ണേട്ടനെ ഒരിത്തിരി നേരം കണ്ടില്ലെങ്കിൽ വാടുന്ന മുഖവും, കണ്ണേട്ടന് വേണ്ടി ഓടിച്ചാടി നടന്ന ഉത്സാഹത്തോട് ഓരോന്ന് ചെയ്തു കൊടുക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ആളോടുള്ള പ്രണയം അലയടിക്കുന്നതേ മറ്റാരേക്കാളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മതി, അത്രയും മതി. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. നമുക്ക് വേണ്ടി അവരൊന്നായതാണെങ്കിലേ അവരെ എങ്ങനെ കൂട്ടിമുട്ടിക്കണമെന്നും എനിക്കറിയാം. അച്ചേട്ടൻ എൻ്റെ കൂടെ നിന്നോണം കേട്ടല്ലോ. കാര്യങ്ങൾ ഈ നിലയിൽ എത്തി നിൽക്കുന്നത് കൊണ്ടേ ഞാൻ ഇനിയും എൻ്റെ ഡോക്ടറുടെ മനസ്സ് കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. അപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അല്ലേ? അത് കേട്ടതും അവൾ നാണത്തോടെ അതേന്ന് തലയനക്കി. പക്ഷേ ഇപ്പോഴല്ല കേട്ടോ, ഞാൻ പറയാം. അതുവരെ ഡോക്ടർ ഒന്ന് ക്ഷമി. ആ ഡേറ്റ് കൂടി അറിഞ്ഞിരുന്നേൽ ഒന്ന് പ്രിപ്പയർ ആവായിരുന്നു. നിരഞ്ജൻ അവളുടെ നഗ്നമായ തോളിൽ മുഖമുരസിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും നാണം കൊണ്ട് അവൾ അവൻ്റെ നഗ്നമായ നെഞ്ചിൽ പല്ലമർത്തി. ഇടി കുരുവി, എനിക്ക് വേദനിക്കുന്നു. അടങ്ങിക്കിടന്നോ, ഇല്ലെങ്കിൽ ഞാൻ അടങ്ങിയിരുന്നെന്ന് വരില്ല, കേട്ടല്ലോ. അത് കേട്ടതും അവൾ അവൻ്റെ നെഞ്ചിൽ ചുണ്ടമർത്തി. അന്നേരം നിരഞ്ജൻ്റെ മുഖം ഒന്നുകൂടി വിടർന്നു. അവൻ മെല്ലെ തല ഉയർത്തി അവളുടെ മൂക്കിൽ മൂക്കുരസിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിക്കുരുവിയെ വേണം കേട്ടോ. അത് കേട്ടതും അവൾ അവനെ പെട്ടെന്ന് തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, അത് പറ്റില്ല. പറ്റില്ലെന്നോ? അതെന്താ പറ്റാത്തേ? എനിക്ക് പ്രസവിക്കണ്ട, എനിക്ക് പേടിയാ. അവളുടെ പറച്ചിൽ കേട്ട് നിരഞ്ജൻ ചിരി വരുന്നുണ്ടായിരുന്നു. പിന്നെ പ്രസവിക്കാതെ പിന്നെ എങ്ങനെയാ കൊച്ചുങ്ങളെ കിട്ടുക? നീയല്ലേ പറഞ്ഞത് നമുക്ക് ഒരുപാട് പിള്ളേർ വേണമെന്ന്. അതൊരു സിനിമ ഡയലോഗല്ലേ, അല്ലാതെ ഞാൻ പറഞ്ഞതല്ലല്ലോ. എനിക്ക് പിള്ളേരൊന്നും വേണ്ട. എന്നാ എനിക്ക് വേണം, ഒന്നല്ല ഒരുപാട്. പിള്ളേരില്ലാതെ നമ്മുടെ പ്രണയവും ജീവിതവും പൂർണ്ണമാവോ പെണ്ണെ? നീ പേടിക്കാതെ, ഞാനില്ലേ കൂടെ. ഒന്നുമില്ലേലും ഞാനൊരു ഡോക്ടറല്ലേ. നിങ്ങൾ ഡോക്ടറായിട്ട് എന്ത് കാര്യം? കൊച്ചിനെ വയറ്റിലിടേണ്ടതും വേദന സഹിച്ച് പ്രസവിക്കേണ്ടതും ഞാൻ തന്നെയല്ലേ. ഇത്തിരി വേദന സഹിച്ചാൽ എന്താ, നമുക്ക് കൊച്ചിനെ കിട്ടില്ലേ. പിന്നെ ആ സമയത്തൊക്കെ നിൻ്റെ കൂടെ എവിടെയും വരാനുള്ള പെർമിഷൻ എനിക്കുണ്ടാവും. അതെന്നോർത്തേ എൻ്റെ പെണ്ണ് ഇപ്പോഴേ തലപ്പൊക്കണ്ട. തൽക്കാലം നമുക്ക് ഉറങ്ങാം എന്നും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു. ഇരുവരും ആദ്യമായി ഒരുമിച്ച് പരസ്പരം ഇറുകെ പുണർന്നു നിദ്രയെ പുൽകി. ഓഫീസിലേക്ക് പോവാൻ വേണ്ടി റെഡിയാവുകയാണ് വിഹാനും മേഘയും. മേഘ കണ്ണാടിയുടെ മുന്നിൽ നിന്നും സിന്ദൂരം ചാർത്തുകയാണ്. വിഹാൻ അവളുടെ പിറകിൽ നിന്നുകൊണ്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുന്ന തിരക്കിലാണ്. അന്നേരമാണ് ഷർട്ടിൻ്റെ ഒരു ബട്ടൺ പൊട്ടിക്കിടക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. എൻ്റെ മേഘ, അയൺ ചെയ്യാൻ നേരം ഇതൊന്ന് ശ്രദ്ധിച്ചൂടായിരുന്നോ? വിഹാൻ പറയുന്നത് കേട്ട മേഘ തിരിഞ്ഞു നോക്കിക്കൊണ്ട് കാര്യം തിരക്കി. അപ്പോഴാണ് അവൻ്റെ ഷർട്ടിൻ്റെ ഒരു ബട്ടൺ പൊട്ടി അതിൽ തൂങ്ങിക്കിടക്കുന്നത് അവൾ കാണുന്നത്. ഞാൻ നേരത്തെ കണ്ടില്ല, സോറി. ഇനിയിപ്പോൾ ഇത് മാറി വേറൊന്ന് അയൺ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ലേറ്റാവുമല്ലോ. നെറ്റിത്തടം ഒഴിഞ്ഞുകൊണ്ട് അവനത് പറയുമ്പോഴേക്കും മേഘ പെട്ടെന്ന് സൂചിയും നൂലുകൊണ്ട് വന്നിരുന്നു. അവൾ നൂല് സൂചിയിൽ കോർത്തുകൊണ്ട് കാട്ടിക്കേ എന്നും പറഞ്ഞു. അവൻ്റെ അരികിൽ വന്ന് നിന്നപ്പോൾ അവൻ ഷർട്ട് ഊരണോ എന്ന് ചോദിച്ചു. ഓൾറെഡി ലേറ്റ് ആണല്ലോ, ഇനിയും ലേറ്റ് ആവണ്ടല്ലോ എന്ന് കരുതി മേഘ വേണ്ടെന്ന് പറഞ്ഞു. അവിടെ വെച്ച് തന്നെ ബട്ടൺ തുന്നി പിടിപ്പിക്കാൻ തുടങ്ങി. അവൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തെ ബട്ടൺ ആയിരുന്നു അത്. അവൾ അവൻ്റെ തൊട്ടരികിൽ നിന്നുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ വിഹാൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് മാത്രമായിരുന്നു. ബട്ടൺ തുന്നിപ്പിടിപ്പിച്ച് നൂല് അവൾ തൻ്റെ പല്ലുകൊണ്ട് കടിച്ചു പൊട്ടിക്കുമ്പോൾ അവളുടെ നിശ്വാസം അവൻ്റെ നെഞ്ചിൽ തട്ടുന്നുണ്ടായിരുന്നു. അവൻ അന്നേരം ചിന്തിക്കുകയായിരുന്നു, ഈ പരിപാടി കൊള്ളാലോ, ഡെയിലി ഓരോ ബട്ടൺ പൊട്ടിച്ചാലോ എന്ന്.
മേഘ സൂചിയും നൂലും അവിടെ വെച്ച ശേഷം ബട്ടൺ ശരിക്കും നിന്നോ എന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, 2 ബട്ടൺ എപ്പോഴും തുറന്നു കിടന്ന് നെഞ്ചും കാണിച്ചാണല്ലോ നടപ്പ്, പിന്നെ ഇതും കൂടി ഇട്ടില്ലെങ്കിൽ എന്താ? അതും പറഞ്ഞ് അവൾ ആ ബട്ടൺ അതിൻ്റെ ഹോളിൽ ഇട്ട് കൊടുത്ത് തിരിഞ്ഞു നടന്നപ്പോഴാണ് അവൾക്ക് താൻ എന്താണ് ചെയ്തതെന്നും പറഞ്ഞതെന്നും ബോധ്യം വരുന്നത്. അവൾക്ക് പിന്നെ അവൻ്റെ മുഖത്ത് നോക്കാൻ ചമ്മൽ തോന്നി. അവൾ അവന് മുഖം കൊടുക്കാതെ ധൃതിയിൽ അവിടെ നിന്ന് ഇറങ്ങിയതും വിഹാൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരിളം പുഞ്ചിരി വിരിഞ്ഞിരുന്നു. മേഘയുടെ അച്ഛന് നല്ല സുഖമില്ലെന്നും SM ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണെന്നും വർഷ വിളിച്ച് പറഞ്ഞിട്ടാണ് മേഘ പരിഭ്രാന്തിയോടെ ഹോസ്പിറ്റലിലേക്ക് വന്നത്. അന്നേരം വിഹാൻ ഓഫീസിലില്ലായിരുന്നു. വർഷ എൻട്രൻസ് ഏരിയയിൽ അവളെയും പ്രതീക്ഷിച്ചു നിൽപ്പായിരുന്നു. വർഷയെ കണ്ട മേഘ കാര്യം തിരക്കി. അമ്മോ, എൻ്റെ അച്ഛൻ, എനിക്ക് അച്ഛനെ കാണണം അമ്മോ. മേഘയുടെ സംസാരത്തിൽ വിറയൽ കലർന്നിരുന്നു. കാരണം അവൾക്ക് അച്ഛനെന്ന ജീവനായിരുന്നു. പൊന്നു, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, ചെറിയൊരു നെഞ്ചുവേദന, നീ വാ എന്നും പറഞ്ഞ് അവളെയും കൊണ്ട് ICUവിന് മുന്നിലെത്തിയതും മേഘ വർഷയൊന്ന് നോക്കി. ICUവിന് മുന്നിൽ മേഘയുടെ അമ്മയും വർഷയുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുടെ മുഖത്തും ദുഃഖം തളം കെട്ടി നിന്നിരുന്നു. അമ്മോ, നീയല്ലേ പറഞ്ഞതൊന്നുമില്ലെന്ന്, എന്നിട്ട് എല്ലാവരുടെ മുഖം എന്താ ഇങ്ങനെ? എൻ്റെ അച്ഛനെവിടെ അമ്മോ, പറ അമ്മോ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? മേഘ കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. പൊന്നൂസേ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, അതെൻ്റെയും കൂടി അച്ഛനല്ലടി. അങ്ങനെയുള്ളപ്പോൾ ഞാൻ നിന്നോട് കള്ളം പറഞ്ഞു ഇതുപോലെ നിൽക്കോ? അച്ഛനൊരു മൈനർ അറ്റാക്ക് വന്നതാ, ഇപ്പോൾ ഡോക്ടർ പരിശോധിക്കുക. അച്ചുവേട്ടനും അകത്തുണ്ട്. അച്ചുവേട്ടൻ വരട്ടെ, നമുക്ക് അപ്പോൾ കാര്യം അറിയാലോ. വർഷ അത് പറഞ്ഞു തീരും മുമ്പേ ICUവിൻ്റെ ഡോറും തുറന്ന് നിരഞ്ജൻ വന്നു. അത് കണ്ട് വർഷ അവൻ്റെ അരികിലെത്തി. പിന്നാലെ മേഘയും ചെന്നു. അച്ചേട്ടാ, മോഹനച്ചൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? വർഷ അവൻ്റെ കരം കവർന്നുകൊണ്ട് ചോദിച്ചു. അന്നേരം നിരഞ്ജൻ്റെ നോട്ടം മേഘയിലെത്തി നിന്നു. അച്ചുവേട്ടാ, എൻ്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ അച്ചുവേട്ടാ? മേഘ, അത് പിന്നെ ഇപ്പോൾ കാണാൻ പറ്റില്ല. അച്ഛന് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സർജറി വേണം. ബട്ട് പേടിക്കാനൊന്നുമില്ല, ഓക്കെ? വർഷ, നീ ഇവിടെ തന്നെ ഉണ്ടാവണം, കേട്ടല്ലോ? അച്ചുവേട്ടാ, എന്താ എൻ്റെ അച്ഛന് പറ്റിയത്? സത്യം പറ അച്ചുവേട്ടാ, എൻ്റെ അച്ഛനെ എനിക്ക് തിരിച്ചു കിട്ടില്ലേ? മേഘ, ഒന്നുമില്ല, ചെറിയൊരു ബ്ലോക്ക്, അത്രയേ ഉള്ളൂ. അതിനു വേണ്ടിയാണ് ഈ സർജറി. പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. കണ്ണൻ, അവൻ... നിരഞ്ജൻ മേഘയെ നോക്കി ചോദിച്ചു. പുതിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞു പോയതാ. വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് നിരഞ്ജൻ ധൃതിയിൽ നടന്നു നീങ്ങി. നിരഞ്ജൻ ഒന്നുമില്ലെന്നും പറഞ്ഞെങ്കിലും മേഘയ്ക്ക് അതൊരു തൃപ്തികരമായ മറുപടി ആയിരുന്നില്ല. അവളുടെ ഉള്ളിൽ ഭയവും സങ്കടവും ഉടലെടുത്തു. വർഷ തൻ്റെ കൂടെ തന്നെ ഉണ്ടെങ്കിലും അവൾക്ക് തൻ്റെ ഉള്ളിലെ സങ്കടം കണ്ണീരായി ഒഴുക്കിക്കളയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താൻ കരഞ്ഞാൽ അവളും കരയും എന്നുറപ്പുള്ളത് കൊണ്ട് മേഘ കരച്ചിൽ അടക്കി പിടിച്ചു. പിന്നീട് താൻ പ്രാർത്ഥിച്ചിട്ട് വരാം എന്നും പറഞ്ഞു ഹോസ്പിറ്റലിലെ തന്നെ പ്രെയർ ഏരിയയിലേക്ക് നടന്നു. ഓപ്പറേഷൻ നടക്കുന്ന സമയം മേഘ പ്രാർത്ഥനയിലായിരുന്നു. സങ്കടം മുഴുവനും കണ്ണീരായ ദൈവത്തിന് മുന്നിൽ കരഞ്ഞു തീർക്കുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട സങ്കടം പറച്ചിലും പ്രാർത്ഥനയും. പിന്നിൽ ആരുടെയോ സാമീപ്യം അറിഞ്ഞിട്ടാണ് മേഘ തിരിഞ്ഞു നോക്കിയത്. പ്രെയർ റൂമിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന വിഹാനെ കണ്ടതും മേഘ മറ്റൊന്നും ചിന്തിക്കാതെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഓടിച്ചെന്ന് അവനെ ഇറുകെ പുണർന്നിരുന്നു. അവളുടെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ വിഹാൻ എന്ത് ചെയ്യണം എന്നറിയാതെ തറഞ്ഞു നിന്ന് പോയിരുന്നു. കണ്ണേട്ട, എൻ്റെ അച്ഛൻ, എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെടാൻ വയ്യ കണ്ണേട്ട. എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് എൻ്റെ അച്ഛനെ വേണം കണ്ണേട്ട. അവളുടെ കണ്ണുനീർ അവൻ്റെ ഷർട്ട് മുഴുവൻ നനയിപ്പിച്ചു. അവൾ ആകെ തകർന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ വിഹാൻ തൻ്റെ ഇരുകയ്യാലെ അവളെ തിരികെ പുണർന്നു. അവളൊന്ന് ഓക്കെ ആവുന്നത് വരെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. മേഘ, ഇങ്ങനെ കരയല്ലേ? വിഹാൻ മേഘയെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ കണ്ണുനീർ അവൻ്റെ ചെറുവിരലാൽ ഒപ്പിക്കൊണ്ട് പറഞ്ഞു. താൻ ഇങ്ങനെ കരഞ്ഞാൽ തൻ്റെ അമ്മ തളർന്നു പോവില്ലേ? അവിടെ അമ്മ തന്നെ അന്വേഷിക്കുന്നുണ്ട്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇല്ല, എൻ്റെ അച്ഛൻ കണ്ണു തുറക്കാതെ ഞാൻ എങ്ങോട്ടും ഇല്ല. കണ്ണേട്ടൻ പോയിക്കോ. എൻ്റെ കണ്ണനോട് എനിക്കിനി ഒരുപാട് സങ്കടങ്ങൾ പറയാനുള്ളതാ. എനിക്ക് സങ്കടം പറയാൻ മറ്റാരാ ഉള്ളത്? അവൾ ആ പറഞ്ഞത് വിഹാൻ്റെ ഉള്ളിൽ എവിടെയോ തറഞ്ഞു പോയിരുന്നു. മേഘ, ഞാൻ അച്ഛനെ കണ്ടിട്ടാ വരുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞു, ഇനി പേടിക്കാനൊന്നും ഇല്ലെന്ന് അവൻ പറഞ്ഞത്. നിൻ്റെ അച്ഛനും ഒന്നും പറ്റില്ല, അപകടനില തരണം ചെയ്തു. ഇനിയും എന്തിനാ ഇങ്ങനെ കരയുന്നത്? വിഹാന പറഞ്ഞത് മേഘ നിറഞ്ഞ കണ്ണാലെ അവനൊന്ന് നോക്കി. സത്യമാണോ കണ്ണേട്ടാ? സത്യം. തനിക്ക് എന്നെ വിശ്വാസമില്ലേ? ഉണ്ട്, എനിക്ക് കണ്ണേട്ടനെ മറ്റാരേക്കാളും വിശ്വാസമാണ് എന്നും പറഞ്ഞ് അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. 2 ദിവസത്തിന് ശേഷം മേഘയുടെ അച്ഛനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ 2 ദിവസവും വിഹാൻ മേഘയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ വിഹാൻ മേഘയോട് കാണിക്കുന്ന കരുതൽ കണ്ട് ആ അച്ഛൻ്റെ മനം നിറഞ്ഞിരുന്നു. അവിടെ നിന്ന് 3 ദിവസം കഴിഞ്ഞ് അച്ഛനെ ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്യാൻ നേരം നിരഞ്ജൻ അവളോട് പറഞ്ഞിരുന്നു അച്ഛന് ഒരു കുഴപ്പമില്ലെന്നും പേടിക്കാനൊന്നുമില്ലെന്നും സന്തോഷമായിരിക്കാനും.
അവൻ്റെ വാക്കുകൾ മേഘയിൽ ആശ്വാസം നിറച്ചിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും അവരെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടത് വിഹാൻ തന്നെയായിരുന്നു. വിഹാൻ ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്നെല്ലാം അറിഞ്ഞു ചെയ്യുന്നത് കണ്ടതും ആ അച്ഛൻ്റെ മനസ്സ് നിറഞ്ഞു. കുറച്ച് ദിവസം മേഘ അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ വിഹാൻ എതിരൊന്നും നിന്നില്ല. വീട്ടിൽ നിന്നും ഇറങ്ങാൻ നേരം മേഘയുടെ അച്ഛൻ വിഹാൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ആൺകുട്ടി വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, അത് നടന്നില്ല. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മകളെ കെട്ടാൻ പോകുന്നവൻ ഞങ്ങളെ സ്വന്തം അച്ഛനും അമ്മയായി കണ്ട് ഒരു മകൻ്റെ സ്നേഹം തന്നിരുന്നുവെങ്കിലെന്ന്. ആ ആഗ്രഹം സാധിച്ചു തന്ന ദൈവത്തിന് 1000 നന്ദി. ഇനിയിപ്പോൾ എനിക്ക് മരിച്ചാലും വേണ്ടില്ല. എൻ്റെ മോൾ സുരക്ഷിതമായ കൈകളിലാണല്ലോ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്ത് വന്നാലും താൻ എൻ്റെ മോളെ കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പാടോ. വിഹാൻ്റെ കൈ പിടിച്ച് അച്ഛൻ ഓരോന്ന് പറയുന്നത് കണ്ടപ്പോഴേക്കും മേഘയുടെ ഉള്ളിൽ കുറ്റബോധം അലയടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞ അച്ഛൻ അതെങ്ങനെ താങ്ങുമെന്നോർത്ത് അവളുടെ ഹൃദയം ഉരുകാൻ തുടങ്ങി. അച്ഛാ, എന്താ അച്ഛാ ഇത്? സംസാരിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എന്നും പറഞ്ഞ അവൾ ഇല്ലാത്ത ഗൗരവം നടിച്ചു. അവിടെ നിന്ന് ഇറങ്ങി നടന്നു. എൻ്റെ മോളെ നോക്കിക്കോണം, വിഷമിപ്പിക്കരുത്. ഇത്തിരി കുറുമ്പ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, പക്ഷേങ്കിലേ ഉള്ളു ശുദ്ധ. അത് പറയുമ്പോൾ അയാളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. മേഘ പോയെന്ന് ഉറപ്പ് വരുത്തി വിഹാൻ തൻ്റെ ഇരു കൈയും കൊണ്ട് ആ അച്ഛൻ്റെ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഒരിക്കലും കൈവിടില്ല. പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. എന്നും ഞാനുണ്ടാവും. ഇനി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അവൻ അയാളോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. ഗേറ്റ് വരെ മേഘയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇരുവർക്കും പിരിഞ്ഞു നിൽക്കുന്നതിൽ നല്ല പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും രണ്ടുപേരും അത് സമ്മതിച്ചു കൊടുത്തില്ല. ഡി തീപ്പട്ടിക്കൊള്ളി, ഇനി എനിക്ക് കുറച്ച് ദിവസം നല്ല സമാധാനമായിരിക്കും. സന്തോഷം കൊണ്ടേ എനിക്ക് ഇരിക്കാൻ വയ്യ. ഇന്നെനിക്ക് ബെഡ് വിശാലമായിട്ടൊന്ന് ഉറങ്ങണം. പിന്നെ കുറച്ച് നാൾ ഈ മരമോന്ത കണി കാണണ്ടല്ലോ. താങ്ക് ഗോഡ്. വിഹാൻ ഉള്ളിലെ സങ്കടം പുറത്ത് കാട്ടാതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കും കുറച്ച് നാൾ അടിച്ച് പൊളിക്കണം. എനിക്കും ഈ മോന്ത കാണണ്ടല്ലോ. അമ്മ കൂടി വേണമായിരുന്നു, എങ്കിലും ഒന്നുകൂടി അടിപൊളിയായനെ. അച്ചേട്ടനെ വിളിച്ച് ചോദിക്കണം അയക്കാൻ പറ്റുമോന്ന്. മേഘയും വിട്ടുകൊടുത്തില്ല. ഓ അങ്ങനെയാണല്ലേ, ശരി എങ്കിൽ ഞാൻ പോട്ടെ. ശരി, ബായ്. ബായ് എന്നും പറഞ്ഞ് അവൻ വണ്ടി കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാൻ നേരം അവളെ ഒന്ന് നോക്കാനും അവൻ മറന്നില്ല. അവൻ കൺമുന്നിൽ നിന്ന് മായുന്നത് വരെ അവൾ നോക്കി നിന്നു. ഡ്രൈവ് ചെയ്യുമ്പോൾ വിഹാൻ്റെ ഉള്ളിൽ നിറയെ മേഘയുടെ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അച്ഛനോട് താൻ വെറും വാക്ക് പറഞ്ഞതല്ലായിരുന്നു. അതിലുടനീളം അവൾ കൂടെ വേണമെന്ന് തോന്നിപ്പോവുകയാണിപ്പോൾ. അവൾക്ക് സങ്കടങ്ങളും സന്തോഷങ്ങളും പരിഭവങ്ങളും പങ്കുവെക്കാൻ പറ്റുന്ന നല്ലൊരു ഭർത്താവായും കൂട്ടുകാരനായും കാമുകനായും മാറണമെന്ന് അവന് തോന്നിത്തുടങ്ങിയിരിക്കുന്നു. അതിനു മുൻപ് തൻ്റെ ഇഷ്ടം തുറന്നു പറയണം. ഇപ്പോഴല്ല, അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട്. അതുവരെ അവളെ തനിക്ക് എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാലോ എന്നും മനസ്സിൽ പറഞ്ഞു അവൻ വണ്ടി മുന്നോട്ടെടുത്തു. വരാൻ നേരം താൻ അങ്ങനെ പറഞ്ഞത് അവൾക്ക് ഹേർട്ടായി കാണുമോ എന്നൊരു തോന്നൽ അവനിലുണ്ടായി. ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് മനസ്സിൽ പറഞ്ഞു മേഘയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് തൻ്റെ കാറിൻ്റെ ഡാഷ്ബോർഡിൽ നിന്നാണെന്ന് കണ്ട വിഹാൻ ഫോൺ കയ്യിലെടുത്ത് നോക്കി. ചെകുത്താൻ കോളിംഗ്. ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വന്ന പേര് കണ്ട് ആദ്യം ദേഷ്യമാണ് തോന്നിയതെങ്കിലും പിന്നീട് അതൊരു ചെറുപുഞ്ചിരിയിലേക്ക് വഴിമാറി. അവളുടെ ഫോൺ തൻ്റെ കയ്യിലായാൽ തനിക്കൊന്ന് വിളിക്കാൻ പോലും പറ്റില്ല എന്നറിഞ്ഞ വിഹാൻ ഫോൺ അവൾക്ക് തിരിച്ചു കൊടുക്കാമെന്ന് കരുതി വണ്ടി തിരിച്ചു വിട്ടു. മേഘയുടെ വീടിന് മുന്നിൽ വിഹാൻ്റെ വണ്ടി വീണ്ടും വന്നു നിന്നത് കണ്ട അവളുടെ അമ്മ കാര്യം തിരക്കി. അപ്പോഴാണ് അവൻ അവളുടെ ഫോൺ മറന്ന കാര്യം അമ്മയോട് പറയുന്നത്. അവൾ മുറിയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ താൻ അവിടെ ചെന്ന് കണ്ടോളാമെന്ന് പറഞ്ഞു വിഹാൻ മേഘയുടെ മുറിയിലേക്ക് നടന്നു. വിഹാൻ പോയതിന് പിന്നാലെ മേഘ ഒന്ന് വിശാലമായി കുളിച്ചേക്കാന്ന് കരുതി വാഷ്റൂമിലേക്ക് പോയതാണ്. അവിടെ ചെകുത്താൻ കൂടെ ഉള്ളപ്പോൾ എല്ലാം തട്ടിക്കൂട്ടാണ്. കുളി കഴിഞ്ഞുള്ള ബോഡി ലോഷനോ ക്രീമോ ഒന്നും ദേഹത്ത് പുരട്ടാനോ മസാജ് ചെയ്യാനോ പറ്റാറില്ല. അതുകൊണ്ട് ഇന്ന് എല്ലാം പുരട്ടിയിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് കരുതി ബാത്തവലും ചുറ്റി പുറത്തിറങ്ങിയതാണ് മേഘ. മുറിയിലെ ബെഡിലിരുന്ന് ഫോണിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നാൽ പെട്ടെന്നാണ് തല ഉയർത്തി നോക്കിയത്. മേഘയുടെ ആ വരവ് കണ്ട് വിഹാൻ അവളെ ഒന്ന് അടിമുടി നോക്കിപ്പോയിരുന്നു. ഇതേ സമയം മേഘ അവനെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. ആ സമയത്ത് തിരിച്ച് വാഷ്റൂമിലേക്ക് ഓടണോ അതോ വേറെന്തെങ്കിലും ചെയ്യണോ എന്നറിയാതെ അവൾ സ്റ്റാച്ചു ആയി നിൽപ്പാണ്.